അല്ല അവിടെ നമ്മൾ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. ആലം എന്ന് പറഞ്ഞാൽ വഹുവ കുല്ലു മൗജൂദിൻ സിവല്ല, അല്ല അല്ലാത്ത എല്ലാം ആലമാണ്. ലോകം എന്ന് പറഞ്ഞാൽ അതിന് പ്രയോഗിക്കുന്നൊരു വാക്കാണ് ഭൗതികം എന്നത്. നമ്മൾക്ക് കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായ പല ലോകങ്ങളുമുണ്ട്, പല സൃഷ്ടികളുമുണ്ട്. അതെല്ലാം ആലമിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ തഫ്സീറുകളിലുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു കസീർ റഹിമഹുള്ളയുടെ തഫ്സീർ വായിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ മൂപ്പര് അവിടെ ഭൗതികം എന്നുള്ളത്, ഭൗതികം എന്നുള്ള വാക്ക് അയാൾക്ക് കിട്ടണം, അത് മൂപ്പരെ വാശിയാണ്. അപ്പോൾ ആലം എന്ന വാക്കിനെ പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാം, അത്രേ ഉള്ളൂ. കാരണം ഈ ഒരു തത്വത്തിൽ അവരുടേതായ ഒരു തത്വത്തിൽ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കിതാബുകളിൽ എന്താണെന്ന് എന്ത് ചെയ്യില്ല, തിരിയില്ല. അപ്പോൾ ഇവിടെ ആലം എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതാണ് അള്ളാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികളും ആലം എന്നതിൽ പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു വന്നത് എന്താണ്? അള്ളാഹു അല്ലാത്തത് എല്ലാം ഭൗതികമാണ്. വഹുവ കുല്ലു മൗജൂദിൻ സിവല്ല, ആലം എന്ന് പറഞ്ഞാൽ ഈ ആലം സമം ഭൗതികം. ശരിക്കും മനസ്സിലാക്കിയാലോ, ഇവരുടെ തൗഹീദിന്റെ അടിത്തറ പൊളിയുകയാണ്. ഇവരുണ്ടാക്കിയ തൗഹീദ് ഇവർ തന്നെ പൊളിക്കുകയാണ്. ഇവരെന്നെ ഉണ്ടാക്കും, ഇവരെന്നെ പൊളിക്കും, അടുത്തത് പുതിയത് ഉണ്ടാക്കും, ഇവരെന്നെ പൊളിക്കും. ഇതാണ് ചെയ്യുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്? ആലം സമം ലോകം, ലോകം സമം ഭൗതികം, ഇതാണല്ലോ പറഞ്ഞത്. എങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് നിങ്ങൾ മറുപടി പറയണം. ആദ്യമായിട്ട് ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്, ശരിക്കും ശ്രദ്ധയോടുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടരുത്. അൽ ഇസ്ലാഹ് മാസിക 2013 ഫെബ്രുവരി മാസത്തെ അൽ ഇസ്ലാഹ് മാസിക, ഈ അൽ ഇസ്ലാഹ് മാസികയിലെ 40ാമത്തെ പേജിൽ ഇപ്പൊ എന്താ പറഞ്ഞത്? അള്ളാഹു മാത്രം അഭൗതികവും ആലം മാസിവൽ ബാരിയായ ആലം, അല്ലെ, മാസിവൽ ബാരിയായ ആലം ഇതെന്താണ്? ഭൗതികമാണ് എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ തന്നെ എഴുതി വെച്ചത് നോക്കൂ. നിങ്ങൾ മരണപ്പെട്ടുപോയ മനുഷ്യന്മാർ ഈ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആത്മാക്കളുടെ ലോകമെന്നത് അഭൗതിക ലോകമാണ്. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? അല്ലല്ലാത്തതൊക്കെ ഭൗതികമാണെന്നാ പറഞ്ഞത്. ഇപ്പൊ ആത്മാക്കളുടെ ലോകം അഭൗതികമായി. അപ്പോൾ ആത്മാക്കളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുകയല്ലേ ചെയ്തത്? ആ പഴയ കാലത്ത് നിങ്ങൾ പഠിപ്പിച്ച തൗഹീദ് പൊളിയാണ്. ഇനി വേറെ അതിനേക്കാൾ രസകരമായ കാര്യം നിങ്ങൾ നോക്കൂ. ആത്മാക്കളുടെ ലോകം എന്നത് അഭൗതിക ലോകമാണ്. അതിനാൽ എന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ ലോകം അഭൗതികമായതിനാൽ തന്നെ അവരിൽ നിന്ന് സമസ്തക്കാർ പ്രതീക്ഷിക്കുന്ന സഹായം അഭൗതിക സഹായമാണ്. അഭൗതികമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇപ്പോഴാണ് മനസ്സിലായുടെ കാരസലായിക്ക് മന്ത് മറ്റേ കാലിമേണ് എന്നുള്ളത്. നിങ്ങൾ കുടുങ്ങി. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തിനാണ് നിങ്ങൾ ആ ഭൗതികം പറയുന്നത് എന്ന് കൃത്യമായിട്ട് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അതവഞ്ഞ് സബുക്കുല്ലിസാനായിട്ട് പറഞ്ഞതാണെങ്കിൽ കഴിച്ചിലായി പൊയ്ക്കോട്ടെ സാധു എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ആണയിട്ട് വീണ്ടും പറയാണ് കാരസലാഹി, അള്ളാഹു മാത്രം അഭൗതികവും ലോകം മുഴുവൻ ഭൗതികവും. അപ്പോ ആത്മാക്കളുടെ ലോകം അഭൗതികമാണ് എന്ന് നിങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ തിരുത്തുന്നു എന്ന് മാത്രമല്ല, മരണപ്പെട്ടവരോട് സഹായം ചോദിക്കൽ, മരണപ്പെട്ടവരിൽ നിന്ന് ലഭ്യമാകുന്ന സഹായം ശിർക്കാണ് എന്ന് നിങ്ങൾ പഠിപ്പിക്കാനുണ്ടായ കാരണം മരണപ്പെട്ടവരുടെ ലോകം അഭൗതികമാണ്. ഇപ്പൊ കാരസലായി സമ്മതിക്കുന്നു അല്ലല്ലാത്തൊക്കെ ഭൗതികമാണ്. അപ്പൊ പിന്നെ മരണപ്പെട്ടവരോ അത് ഭൗതികമല്ലേ? അവരിൽ നിന്നുള്ള സഹായം ഭൗതികമാണോ അഭൗതികമാണോ? ചോദ്യം. ഇനി ഭൗതികമാണെങ്കിൽ ശ്രദ്ധിക്കണം, ഭൗതികമാണെങ്കിൽ അവരിൽ നിന്നുള്ള സഹായം എങ്ങനെ ശിർക്കാകും? അഭൗതികമാണെങ്കിൽ അള്ളാഹു മാത്രമല്ലേ അഭൗതികം? കൃത്യമായിട്ട് നിങ്ങൾ മറുപടി പറയണം. ചോദ്യം നമ്പർ 2, നിങ്ങളുടെ വാദം ഇപ്പോ ജിന്നി വിഭാഗമാണ് എന്നാണ് നിങ്ങളെ കുറിച്ച് പറയാറുള്ളത്. നിങ്ങളുടെ വാദം ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം തേടാൻ പറ്റുമെന്നാണ്. അഥവാ സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്നാണ് നിങ്ങളുടെ വാദം. പിന്നെ ശിർക്കല്ലെങ്കിൽ പിന്നെ എന്താന്നുള്ളത് അത് മറ്റൊരു ചർച്ചയാണ്. കാരണം അത് ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യണില്ല. നമ്മളിപ്പോ ശിർക്കും തൗഹീദുമാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കുക, ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്നാണ് കാലസ്വലാഹി അടക്കമുള്ള വിസ്ഡം വിഭാഗത്തിന്റെ വാദം. എന്നാൽ ചോദ്യം, ഹയ്യും ഹാദിറും ഖാദിറുമല്ലാത്ത ജിന്ന് ഭൗതികമോ അഭൗതികമോ? ഇപ്പോഴാണ് കാരസലായിക്ക് ഓടുന്നുണ്ടാകുക. ഇങ്ങനെ ഹയ്യും ഹാദിറും ഖാദിറും അല്ലാത്ത ജിന്ന് ഭൗതികമോ അഭൗതികമോ? അഭൗതികം എന്ന് പറഞ്ഞാലോ അപ്പൊ അള്ളാഹു മാത്രമേ അഭൗതികമുള്ളൂ, അവിടെയും പെട്ടു. ഭൗതികം എന്ന് പറഞ്ഞാലോ
അപ്പൊ പിന്നെ സഹായം എന്താണ്? അവരിൽ നിന്നുള്ള സഹായം പിന്നെ ഭൗതികമോ അഭൗതികമോ? ഇത് ആ കായക്കൊടിയൊക്കെ ഇങ്ങോട്ട് പൊരിക്കുത് കിട്ടിയാലേ. ഇതിപ്പോ വിസ്ഡം വിഭാഗം ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദ് വഫാത്തായി പോയി. അവർ ക്ലാസ്സിൽ ഇങ്ങനെ പറയാറുണ്ട്, അള്ളാഹുവിന്റെ ഉഖറവിയായ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ക്ലാസ് എടുക്കുമ്പോൾ തമാശക്ക് ഇങ്ങനെ പറയും, മിണ്ടിയാലും കൊല്ലും മിണ്ടിയിട്ടില്ലെങ്കിലും കൊല്ലും എന്ന് പറയും. ഇതേപോലെ കാരസലായി ഭൗതികം എന്ന് പറഞ്ഞാലും പെടും, അഭൗതികം എന്ന് പറഞ്ഞാലും പെടും. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ വ്യാജ തൗഹീദാണ്. നിങ്ങളിതൊന്ന് വിശദീകരിക്കും, ബാക്കി നമുക്ക് പറയാം.